കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാമത്തെ അധ്യായം, അതിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ദൈവം നമുക്കെപ്പോഴും സഹായകനാണ്. കഷ്ടങ്ങളിൽ ദൈവം നമുക്ക് ഏറ്റവും അടുത്ത ദുർഗമായിരിക്കുന്നു. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ മാറിപ്പോയാലും ദൈവം നമ്മെ വിട്ട് മാറുന്നില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഇതൊരു ബുക്ക് ഓഫ് കംഫർട്ടാണ്, എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിൻ്റെ പുസ്തകമാണ്. 39-ാം അധ്യായം മുതൽ മരുഭൂമിയിൽ ബാബേൽ പ്രവാസികളായി കഴിഞ്ഞ ഇസ്രയേൽ ജനത്തിന് അവരുടെ വിടുതൽ ലഭിക്കാതെ അവരുടെ കരങ്ങളൊക്കെ ബന്ധനത്തിലായിരുന്നപ്പോൾ, അവർ നിരാശയിലും തകർച്ചയിലുമായിരുന്നപ്പോൾ, അങ്ങനെയുള്ളവരെ വിടിവിക്കത്തക്കവണ്ണം ദൈവം തൻ്റെ ദൂതനെ അയച്ച് ശക്തീകരിക്കുന്ന വചനങ്ങളാണ് 39 മുതലുള്ള അധ്യായങ്ങൾ കാണുവാൻ നമുക്ക് കഴിയുന്നത്. ഇവിടെ അവരോട് പറയാണ്, 3-ാം വാക്യത്തിൽ മുതൽ പറയാണ്: ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേലിൽ ശേഷിക്കുന്ന എല്ലാവരും ആയുള്ളവരെ. ഇവർ ഇനിയും ശേഷിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. കുറേ പ്രതികൂല സാഹചര്യം കൂടെ വന്ന് പല നഷ്ടങ്ങളും തകർച്ചകളും എല്ലാം കണ്ട് വന്ന ഇസ്രായേൽ മക്കളോട് പറയാണ്, ശേഷിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവം കൊടുക്കുന്ന ആലോചനയാണിത്. ദൈവം പറയാണ്, എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം കരുതുന്ന പോലെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൻ്റെ മധ്യാഹ്നത്തിലോ യുവത്വത്തിലോ ഒന്നും നിങ്ങൾ തീർന്നു പോകത്തില്ല. നിങ്ങൾ വാർദ്ധക്യം വരെ ദീർഘായുസ്സോടെ ഇരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിലേക്ക് നിങ്ങൾ കടന്നു പോകും. നിന്നെ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതം വാർദ്ധക്യം വരെ എത്തുകയില്ല, അതിനു മുമ്പ് തീർന്നു പോകുമെന്നൊക്കെയുള്ള ഭാരത്തോടെ, രോഗത്തോടെ, വിഷയത്തോടെ എന്നെ നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, വചനത്തിലൂടെ നിങ്ങളോട് ഇടവരുകയാണ്. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിന്നോട് കൂടെ ഇരിക്കും. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത ദൈവം നമ്മെ മാറിപ്പോകുന്ന ദൈവമല്ല, പിന്നെ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കരുതുന്നത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കലങ്ങേണ്ട കാര്യമില്ല, കർത്താവ് കൈവിടത്തില്ല. അതുകൊണ്ട് ദൈവ മഹത്വം ഇതിൻ്റെ നടുവിൽ കാണത്തക്കോണം. നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ മഹത്വം ഈ ദിനങ്ങളിൽ കാണത്തക്കോണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരൊക്കെ അതാ പറഞ്ഞ എല്ലാവരും നടന്നുപോയാലും കർത്താവിൻ്റെ കയ്യിലോട്ട് ആ വിഷയം കൊടുക്കുക, നമ്മെ ഏൽപ്പിക്കുക. എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ദൈവശക്തി നിങ്ങളിൽ പകർന്ന് എന്നും നടത്തും. ദൈവത്തിൻ്റെ കൃപയിൽ എന്നെയും നിങ്ങളെയും ദൈവം നടത്തും. അതുകൊണ്ട് ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമ്മുടെ കാൽ വഴുതിപ്പോകുവാൻ ദൈവം ഇടയാക്കത്തില്ല എന്ന് നാം മറന്നു പോകരുത്. ഇവിടെ പറഞ്ഞ എൻ്റെ വാക്ക് നിങ്ങൾ കേൾപ്പീൻ, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ കൂടെ നിന്നവരൊക്കെ മാറിപ്പോയേക്കാം. നമ്മൾ രക്ഷിക്കും, നമ്മളെ സ്നേഹിക്കും, നമ്മളെ കരുതും. നമ്മൾ പല നന്മകൾ ചെയ്തവർ, പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ മറന്ന് സംസാരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ വാർദ്ധക്യം വരെ നമ്മളെ ചുമക്കാം, വാർദ്ധക്യം വരെ നമ്മുടെ കൂടെ ഇരിക്കാം. അനന്യ എന്ന് പറഞ്ഞ ദൈവം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയാം, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. അത് ദീർഘായുസിനെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് പറയണം, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ ചെയ്യാൻ പോവല്ല, ഞാൻ ചെയ്തിരിക്കുന്നു. അതെ, ദൈവം ചെയ്തിരിക്കുന്നു. തൻ്റെ ഓമനപുത്രനാമ യേശു ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് നിങ്ങളുടെ എൻ്റെയും രക്ഷയ്ക്കായി അയച്ചിരിക്കുന്നു. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശു കർത്താവെന്ന് നിങ്ങൾ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് പറയുമ്പോൾ നിങ്ങൾ ദൈവ മക്കളായി, അവകാശികളായി മാറുകയാണ്. ഞാൻ ചെയ്തിരിക്കുന്നു. ക്രൂശിലെല്ലാം യേശു ചെയ്തു. പിതാവ് തൻ്റെ പുത്രനെ അയച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയാം, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ ചുമൽ വഹിക്കുകയും നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. ആ പ്രതികൂലത്തിൽ, ആ രോഗത്തിൽ, ആ വിഷയത്തിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ എത്ര വലിയ കഠിനമായ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ സത്യം മറക്കരുത്. ജീസസ് ഈസ് അലൈവ്. യേശു റിയലാണ്, യേശു വാസ്തവമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് അലൈവ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുവിന് അസാധ്യമായത് ഒന്നുമില്ല. യേശു നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ ചുമക്കും, നിങ്ങളെ സഹായിക്കും. വിശ്വസിച്ചാട്ട് പിതാവെ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ ഇന്ന് ഭയത്തിൻ്റെ നടുവിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ ആരുമില്ല കരുതാനെന്ന ആശ്രയ വിഷയത്തോടെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഇരിക്കുന്ന ജനത്തെ കർത്താവ് വിടുവിക്കുന്നതിനായി, സൗഖ്യമാക്കുന്നതിനായി ഇന്ന് ഈ വചനത്തിലൂടെ അവർ ദൈവത്തിൻ്റെ ഇമ്പമായ ശബ്ദം കേൾക്കുകയും ദൈവശക്തി പ്രാപിക്കുകയും മുന്നോട്ട് ജയകരമായ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ.